നമസ്കാരം. സ്നേഹമായ ദൈവം ലോകത്തിൽ ഇത്രമാത്രം ദുഃഖദുരിതങ്ങളും കഷ്ടനഷ്ടങ്ങളും അനുഭവിക്കുന്നതെന്തേ എന്ന ചോദ്യം ഒട്ടുമിക്കവരുടെ മനസ്സിലുമുണ്ട്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമതായി, നമുക്ക് രണ്ട് തരത്തിലുള്ള കാഴ്ചകളാണ് ഉള്ളത്. ഒന്ന് പുറം കാഴ്ച, അതായത് കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ച. രണ്ട് ഉൾക്കാഴ്ച, അതായത് ഒരുവൻ ഒരുവൾ സ്വയം കണ്ടെത്തി അതിലൂടെ ദൈവത്തെ കണ്ടെത്തുമ്പോൾ ലഭിക്കുന്നതാണ് ഉൾക്കാഴ്ച. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, സൃഷ്ടികൾ രണ്ട് തരമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വസ്തുവും വ്യക്തിയും. ഉപയോഗിക്കപ്പെടുന്നവയെല്ലാം വസ്തുക്കൾ, ഉപയോഗിക്കുന്നവരോ വ്യക്തികൾ. മനുഷ്യർ വ്യക്തികളും മറ്റെല്ലാം വസ്തുക്കളുമാണ്. ഉപയോഗിക്കപ്പെടുന്നവയുടെ വികാരങ്ങളോ വേദനകളോ ഒന്നും ഉപയോഗിക്കുന്നവർ ഗവനിക്കുന്നേയില്ല, ചിന്തിക്കുന്നില്ല. ഇനി ഉത്തരത്തിലേക്ക് തരാം. ഒരാൺകുട്ടി പെൺകുട്ടിയെ വസ്തുവിനെ പോലെ ഇടപെടുകയാണെങ്കിൽ അവിടെ സംഘർഷമുണ്ടാവും, അവളുടെ പ്രതികരണമുണ്ടാവും. അതുപോലെ ഒരു മുതലാളി തൊഴിലാളിയെ അതുപോലെ ഇടപെടുകയാണെങ്കിൽ അവിടെ തൊഴിലാളികളുടെ പ്രതികരണമുണ്ടാവും. ഒരു വലിയ രാഷ്ട്രം ചെറിയ രാഷ്ട്രത്തെ, മനുഷ്യൻ പ്രകൃതിയെ അതിൻ്റെ അസ്തിത്വം മാനിക്കാതെ ഇടപെടുമ്പോൾ അവിടെ പ്രതികരണമുണ്ടാകുന്നു. ഇതാണ് ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണം ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനെ പൂർണ്ണ സ്വതന്ത്രനായിട്ടാണ്. ദൈവത്തിൽ ഇതിന് യാതൊരു സ്വാതന്ത്ര്യവുമില്ല.